അവര് ചോദിച്ചു, ഹുബൈബേ, എന്തായാലും മരിക്കാൻ പോകുകയല്ലേ, നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? ഹുബൈബ് ചോദിച്ചു, ഞാൻ പറഞ്ഞ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ ഹുബൈബേ, എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. എന്നാ ഹുബൈബിന്റെ ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന് അനുവാദം കൊടുത്തു. ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് സുജൂദിലേക്ക് വീഴുകയാണ്. അല്ലാഹുവേ, എപ്പോൾ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്. വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണമെന്ന് കൊതിയുണ്ട് റബ്ബേ. എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് പറയും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല നിസ്കാരത്തിന്റെ പായിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ശത്രുക്കള് കൈകാലുകൾ കെട്ടുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഉബൈബ് റളിയല്ലാഹു തആല കൈകാലുകൾ കെട്ടുകയാ. അവിടെ നിന്ന് പടച്ചവന് മുഖം മറയ്ക്കാൻ പോയപ്പോ ശത്രുക്കൾ പറഞ്ഞു, മറയ്ക്കണ്ട, അവൻ കടന്ന് ചാകുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ. ഉബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവസാനം കൂട്ടുകാര് ചോദിക്കുന്നു, ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നവനാടാ ഹുബൈബ്, കൊല്ലാൻ മനസ്സു വരുന്നില്ലടാ, നീ മതം മാറണ്ട ഹുബൈബ്. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. ഉബൈബ് പറഞ്ഞു, കൊന്നാലും ഞാൻ പറയൂല, എനിക്ക് മുത്തുനബി അല്ലാത്ത ഇഷ്ടമാണ്. അവസാനം പടച്ചവനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അതാ അവര് പറയുകയാണ്, നിന്നെ ഞങ്ങൾ കൊല്ലുമടാ ഹുബൈബ്. കുന്തം കൊണ്ടുവന്ന് ഹുബൈബിന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കുകയാണ്, നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ്. ഹുബൈബ് പാടുകയാണ്, വയ്യഖ്തഊ റിജ്ലീ